പ്രാണായാമം ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന യോഗാഭ്യാസമാണ് പ്രാണായാമം. യോഗയിൽ ശ്വാസം പ്രാണനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ പ്രാണശക്തി അല്ലെങ്കിൽ ജീവശക്തികളെ ഉയർത്തുന്നതിനുള്ള ഒരു മാർഗമാണ് പ്രാണായാമം. യോഗാഭ്യാസത്തിൻ്റെ പ്രധാനമായ വിഷയമാണ് പ്രാണായാമം. നിയന്ത്രണ വിധേയമായ ശ്വാസോച്ഛ്വാസത്തിനെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായി നടന്നുകൊണ്ടിരിക്കുന്ന ശ്വാസോച്ഛ്വാസ പ്രക്രിയയിൽ ശ്വാസകോശങ്ങളെ വികാസ സങ്കോചങ്ങൾക്ക് വിധേയമാക്കാൻ മാത്രമുള്ള പ്രക്രിയ നടക്കുന്നില്ല എന്ന കാരണത്താൽ ഈ കുറവ് പരിഹരിക്കാനായാണ് യോഗയിൽ പ്രാണായാമം എന്ന അഭ്യാസം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മണിയാ, നിനക്കെന്ത് പറ്റി? ഇതാണ് പ്രാണായാമം. അത് മനസ്സിലായി. പക്ഷെ ഈ നട്ടുച്ചയ്ക്ക് കുളത്തിന്റെ കരയിൽ വന്നിരുന്ന് നീ എന്തോന്ന് ചെയ്യണളിയാ? എടാ, ഇത് നമ്മളെ ശ്വാസത്തെ ക്രമീകരിക്കുകയും ലങ്സിന്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അയിനി അപ്പോൾ എനിക്ക് കൂടുതൽ സമയം ശ്വാസം പിടിച്ചിരിക്കാൻ പറ്റുമല്ലോ. നീ എന്തിനു ശ്വാസം പിടിച്ചിരിക്കണത്? അടുത്ത ആഴ്ച മുതൽ എനിക്ക് എറണാകുളത്താണ് പണി. ഇവിടെ നിന്ന് 3-3.5 മണിക്കൂറെങ്കിലും ട്രെയിനിൽ അവിടം വരെ എത്താൻ. അതിനിടയ്ക്കൊന്ന് മൂത്രമൊഴിക്കാൻ പോകേണ്ട ആളിയാ. ട്രെയിനിലെ ടോയ്ലറ്റ് ആണെങ്കിൽ നാറിയിട്ട് കയറാൻ പറ്റില്ല. ഓക്സിജൻ ഒഴിച്ച് ബാക്കി എല്ലാ വിഷവാദങ്ങളും അതിനകത്തുണ്ട്. അവന്മാരത് ക്ലീൻ ചെയ്യത്തുമില്ല, ഉപയോഗിക്കുന്നൊരു നേരെ ഉപയോഗിക്കത്തുമില്ല. എനിക്കാണെങ്കിൽ പണ്ടത്തെ പോലെ ശ്വാസം പിടിച്ച് നിൽക്കാനും പറ്റൂല. അതിനാണ് ഈ പ്രാണായാമം. നീ മനുഷ്യനെ മെനക്കെടുത്ത് വന്ന് പോടെ, ഞാൻ പ്രാണായാമം പ്രാക്ടീസ് ചെയ്തോട്ട്. പ്രാണായാമം പരിശീലിക്കൂ. ട്രെയിനിൽ ഭയമില്ലാതെ മൂത്രമൊഴിക്കൂ.